പ്രിയമുള്ളവരെ, ഭാഷാ കൈരളി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നത്. കഴിഞ്ഞ പണ്ട് പാഠങ്ങളിലൂടെ, അതായത് കഥകളതി മോഹനം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ, മലയാളത്തിലെ ഉത്കൃഷ്ടമായ കൃതികളിലൂടെയുള്ള പഠനമാണ് നമ്മൾ നടത്തിയത്. അടുത്തത് നമ്മൾ പ്രസിദ്ധ സിനിമാ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യം വിവരിച്ചുകൊണ്ട് എഴുതിയ ഉപന്യാസത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രകാശ് രാജിനെ കുറിച്ച് കുറച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലേ? പ്രശസ്തനായ അഭിനേതാവാണ്. 1965 മാർച്ച് 26 കർണാടകയിലെ ബംഗളൂരുവിൽ ജനിച്ചു. യഥാർത്ഥ പേര് പ്രകാശ് റായ്. ബംഗളൂരുവിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ബിരുദം നേടി. ദൂരദർശൻ പരമ്പരകളിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടു. മണിരത്നം സംവിധാനം ചെയ്ത് ഇരുവർ എന്ന ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമാ ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയതോടൊപ്പം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരത്തിനും അർഹനായി. ദ പ്രിൻസ്, ഒരു യാത്രാമൊഴി തുടങ്ങിയ മലയാള സിനിമകളിലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷാ ചിത്രങ്ങളിലും നായകനായും വില്ലനായും കോമഡി വേഷങ്ങളിലും അഭിനയിച്ചു. സ്വന്തം നിലപാടുകളുള്ള ഒരു സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അദ്ദേഹം മതേതരത്വം, സ്വാതന്ത്ര്യചിന്ത, ദേശീയത എന്നിവയുടെ പേരിൽ പല വിഷയങ്ങളിലും തുറന്ന അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വരി കാണാം അല്ലേ? എന്താണത്? ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത് എന്നുള്ളതാണ്. ഭാഷ കൈവശമുണ്ടെങ്കിൽ, അതും മാതൃഭാഷ കൈവശമുണ്ടെങ്കിൽ നമുക്ക് ഏതാകാശവും എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അറിവാണ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത്. അറിവ് നേടാൻ ഭാഷ വേണം. ഭാഷ ചിറകാകുക എന്ന പ്രയോഗം ഭാഷയുടെ വിപുലമായ സാധ്യതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭാഷയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം പര്യാപ്തതയും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ നമുക്ക് ആശയങ്ങളുടെ അറിവിൻ്റെ ആകാശ ലോകത്ത് പറക്കാം. തുടർന്ന് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ശീർഷകത്തിൻ്റെ താഴെ നമ്മളൊരു മനോഹരമായിട്ടുള്ള ചിത്രം കാണുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യൻ പ്രകൃതിയിലൂടെ അല്ലേ, ആകാശത്തിലൂടെ ഇങ്ങനെ ഉയർന്നിടന്ന് പറക്കുന്ന രീതിയിലുള്ള ചിത്രമാണത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യമുണ്ട്, പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് എഴുതിയെന്ന് നോക്കുക നിങ്ങൾ. അമ്മ, അച്ഛൻ, ഭൂമി, കനിവ്, പ്രകൃതി, കരുതൽ, പ്രതീക്ഷ, സ്നേഹം, സ്വപ്നം, നന്മ, സഹഭാവം, സൗന്ദര്യബോധം, പ്രതിഭ, അനുഭൂതി, അതുപോലെ തന്നെ പ്രതിരോധം, ആനന്ദം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാതൃഭാഷയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം ആ ചിത്രത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ചിത്രം തന്നെയാണ് ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട അല്ലേ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. വലിയ അർത്ഥങ്ങൾ നമുക്ക് ആ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും. കൂട്ടുകാരെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം അല്ലേ? ആരംഭം ഇങ്ങനെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. അയാൾ പറയുകയാണ്, മകൾക്ക് അപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അതിനു മുമ്പ് ഞങ്ങളൊരു കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വില പേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ്. മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി, വഴുതനയ്ക്ക് ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് അവരെ കാണിച്ച് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി. അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു. ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും? പറയൂ. വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. എൻ്റെ ഭാഷ കന്നഡയാണ്.
അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി, തൊഴിലിനായി പഠിച്ചതാണ്. എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ, അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ, എൻ്റെ ഞരമ്പുകളിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. കൂട്ടുകാരെ, ഒന്നാമത്തെ ഖണ്ഡിക നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചുരുക്കി പറയാൻ നമുക്കറിയാം അല്ലേ. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറയുകയാണ്. മകൾക്ക് 5 വയസ്സുള്ളപ്പോഴുള്ള ഒരു സംഭവമാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അവർ പച്ചക്കറി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാണ്. അപ്പോൾ മാർക്കറ്റിൽ പോകുന്നിട്ട് അവർ തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. മകൾ എല്ലാം വാങ്ങണം, കടയിലെ വിലപേശി മകൾ തന്നെ എല്ലാ കാര്യങ്ങളും വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പിതാവായിട്ടുള്ള താൻ തലയിടാൻ പാടില്ല എന്നതായിരുന്നു. അങ്ങനെ മകൾ ചെന്ന് അവിടെ സംഭവിച്ചത്, മകളെല്ലാത്തിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ പേര് ഇംഗ്ലീഷിലാണ് പറയുന്നത് അല്ലേ. ആ കുട്ടിക്ക് ആ ഒരു തിരിച്ചറിവ് അവിടെ വന്നിട്ടില്ല. ചെറിയ 5 വയസ്സുള്ള 5 വയസ്സാ കുട്ടിക്കുള്ളൂ. അപ്പോൾ താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വൃദ്ധയ്ക്ക് മനസ്സിലാകുമോ എന്നുള്ളൊരു തിരിച്ചറിവില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. പിന്നെ മകളെന്താ ചെയ്തത്, തൊട്ട് കാണിക്കുകയാണ്. മകൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് വൃദ്ധിക്ക് മനസ്സിലായിട്ടില്ല, തൊട്ട് കാണിച്ചുകൊണ്ടാണ് അവൾ സാധനം. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമ്മളെ ലേഖകനെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അവാച്യമായ എന്ന് പറയുന്നത് എന്താണ്, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു രോഷം മനസ്സിൽ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ തിളച്ചു മറിയുകയാണ്, വേദനയും തോന്നി അല്ലേ. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും എന്നുള്ള ഒരു ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കൂട്ടുകാർ, എന്തായിരിക്കാം ഈ ഉത്കണ്ഠയ്ക്ക് കാരണം? എന്തായാലും ഈ മാനസിക അദ്ദേഹത്തിന് ഇങ്ങനെ വേദനിപ്പിച്ചത്, ദേഷ്യം പിടിക്കാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അല്ലേ. മാതൃഭാഷ എന്ന് പറയുന്നത് അമ്മയുടെ ഭാഷയാണ്. അമ്മയുടെ ഭാഷ നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഭാഷയാണ്. മറ്റ് ഭാഷകളൊക്കെ കൃത്രിമമായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഭാഷ വിനിമയത്തിനുള്ളതാണ്. ഒരാളുടെ ഹൃദയത്തിലുള്ളത് മറ്റൊരാളിലേക്ക് ഒരു തടസ്സവും കൂടാതെ പകരുന്നതിന് ജീവനുള്ള ഭാഷ വേണം. നാം മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ വകകൾക്കൊന്നും ഒരു കുറവും വരുന്നില്ല. മാതൃഭാഷയായിരിക്കണം പഠനമാധ്യമം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഈ വാദഗതിക്ക് മനഃശാസ്ത്രത്തിൻ്റെയും വിദ്യാഭ്യാസ തത്വങ്ങളുടെയും പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജിയായാലും മറ്റ് വലിയ വിദ്യാഭ്യാസ വിചക്ഷണരിലൊക്കെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം കുട്ടികൾ പഠനം നടത്തേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ മറ്റ് ഭാഷകളെ അവഗണിക്കുകയല്ല ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷ നമ്മളതിൻ്റെ പ്രാധാന്യം കൊടുക്കണം. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം മാധ്യമാക്കുകയും ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ, നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് ഭാഷ എന്ന് പറയുന്ന ആശയത്തെ മാത്രമല്ല സംസ്കാരത്തെ കൂടിയാണ് വഹിക്കുന്നത്. പിന്നെ എല്ലാ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിൽ മാത്രമാണെന്ന ധാരണ തെറ്റാണ്. ജപ്പാൻ, ചൈന, റഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യവഹാര ഭാഷ എന്ന് പറയുന്നത് അവരുടെ ഭാഷ തന്നെയാണ്. അവിടങ്ങളിലെ കുട്ടികൾ പഠനം നടത്തുന്നതും ഇംഗ്ലീഷിലല്ല, അവരുടെ മാതൃഭാഷയിലാണ്. ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഐൻസ്റ്റീൻ ഇംഗ്ലീഷിന് പകരം ഹീബ്രു ഭാഷയിലൂടെ വിദ്യ അഭ്യസിക്കണമെന്ന് പറയുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത മഹാനാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരു പാഠം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രി അതുപോലെ തന്നെ സോഷ്യൽ അതുപോലെ ബയോളജി ഒക്കെ ഇംഗ്ലീഷിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മലയാളത്തിലൂടെ എടുക്കുന്ന സമയത്ത് ഏതാണ് നമ്മൾ കൂടുതൽ മനസ്സിലേക്ക് ഉള്ളിൽ കയറുക? അത് മാതൃഭാഷയിലൂടെ ആയിരിക്കും അല്ലേ. മാതൃഭാഷയിലൂടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് തടസ്സമില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആശാൻ പറഞ്ഞിട്ടുണ്ട്, തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നു പോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന് പറഞ്ഞാൽ ഭാഷ തന്നെ നമുക്ക് ദൈവം നമുക്ക് ഒരു ഉപകാരം തന്നിട്ടില്ല മനുഷ്യൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്.
ഭാഷ പോലും എന്താണ് അത് അർത്ഥശങ്ക ഉണ്ടാക്കുന്ന പറയുന്നത്. ഭാഷയിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചില സംശയങ്ങളുണ്ടാവും. അപ്പോൾ അത് മാതൃഭാഷയുടെ അത്തരത്തിലും ഉണ്ടാവില്ല, മറ്റ് ഭാഷകളുണ്ടാകുമ്പോൾ അത് കൂടുതൽ എന്താണ് നമുക്ക് ഒരു ശങ്കയുണ്ടാകും. അല്ലേ, അത് ശരി തന്നെയാണോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറുകയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മീഡിയം ഇംഗ്ലീഷ് തന്നെയാകണം എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമില്ല. അല്ലേ, ഈ വർഷത്തെ എന്താണ് നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള 1ാം സ്ഥാനം കിട്ടിയ ആർക്കായിരുന്നോ, ദീപ്നിയ എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ്, കോഴിക്കോട് ജില്ലയിലുള്ള ആ കുട്ടിക്കാണ് എന്താണ് നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ 1ാം സ്ഥാനം കിട്ടിയത് എന്ന് പറയുമ്പോൾ അവർ സാധാരണ മലയാളം മീഡിയം സ്കൂൾ പഠിച്ച കുട്ടിയാണ്. ഇത് ഈ വർഷം മാത്രമല്ല, മുൻവർഷമ്പോൾ ഇങ്ങനെ ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് എന്താണ് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ പിതാക്കളും ഒക്കെ ഇപ്പോഴും ഉയർന്ന സ്ഥാനങ്ങളിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ സാധാരണ എന്താണ് മലയാളം മീഡിയത്തിൽ പഠിച്ച വളർന്ന ആൾക്കാരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ അവഗണിക്കില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് അതിൻ്റേതായ സ്ഥാനം കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയണം. പക്ഷേ മീഡിയം അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്നത് അത് മാതൃഭാഷയിലൂടെ ആയിരിക്കണം എന്നാണ് എല്ലാ വിദ്യാഭ്യാസ പണ്ഡിതന്മാരും പറയുന്നത്. ഈ അഭിപ്രായം തന്നെയാണ് ആർക്കുള്ളത്, പ്രകാശ് രാജിനും ഉള്ളത്. ഈ പാരഗ്രാഫിൻ്റെ അവസാനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ്, എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ രൂപം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതും. അല്ലേ, അപ്പോൾ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ മാതൃഭാഷയാണ്. മാതൃഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് ഏതു ഭാഷയിലൂടെയും എന്താണ് പഠിച്ച് മുന്നേറാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, മറ്റ് ഭാഷകളൊക്കെ പഠിച്ചത് ജോലിയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. അല്ലേ, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ പഠിച്ചത് എന്താണ് എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഭാഷ പഠിക്കാം. പക്ഷേ സംസ്കാരം പഠിക്കണമെങ്കിൽ നമ്മളിത് ഭാഷ തന്നെ പഠിക്കണം. അത് മാതൃഭാഷ, നമ്മുടെ നാടിനെക്കുറിച്ച് അറിയണം, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയണം, നമ്മുടെ നാട്ടിൻ്റെ നന്മകളെക്കുറിച്ച് അറിയണം. ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും കുട്ടികളെ മാതൃഭാഷ പഠിച്ചാൽ മാത്രമേ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്ത് ഒരു ചോദ്യം വരുന്നുണ്ടല്ലേ, മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖനിൽ കോപവും ഉത്കണ്ഠയും നിറച്ച് എന്തുകൊണ്ടായിരിക്കാം? കണ്ടെത്തി അവതരിപ്പിക്കാനാണ് ചോദ്യം. അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടായിരിക്കാം? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് പറഞ്ഞത്? മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമല്ല, അത് സംസ്കാരവും വ്യക്തിത്വവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. മകൾക്ക് അവളുടെ മാതൃഭാഷയായ തമിഴ് അറിയാത്തതുകൊണ്ട് പച്ചക്കറിക്കടയിൽ സാധനം വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അല്ലേ, മാതൃഭാഷയിലൂടെ ലഭിക്കേണ്ട സാംസ്കാരികമായ അറിവുകളും വൈകാരികമായ അടുപ്പവും തൻ്റെ മകൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഉത്കണ്ഠയും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാത്ത വിദ്യാഭ്യാസ രീതിയോടും അതിന് കൂട്ടുനിന്ന ഭാര്യയോടുമുള്ള കോപവുമാണ് അദ്ദേഹത്തിന് നിറഞ്ഞത്. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്തത് കോപവും ഉത്കണ്ഠയും ഉണ്ടായതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ 16ാമത്തെ പേജാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. എൻ്റെ മാതൃഭാഷ കന്നഡ, എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം. ഉണ്ടല്ലേ, അപ്പോൾ ഇതുകൂടെ അതിൽ വരുന്നുണ്ട്. അല്ലേ, അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്ക് കാരണം എന്താണ്? മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം എന്നുകൂടിയുണ്ട്. അല്ലേ, കേവലം സംവദിക്കുന്നതിനു മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെറും ആശയവിനിമയത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. അതൊരു സംസ്കാരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. നമ്മളെ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ മനസ്സിലാണെങ്കിൽ ആ ഭാഷയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. സുഖ ദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാണ് നാം അവർക്ക് നൽകുന്ന ആദരം. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. ഇത് അല്ലേ വളരെ അർത്ഥവത്തായ വരികളാണത്. നമ്മൾ ഒരു കപടമായ ഒരു സംസ്കാരമാണ്. അതൊരു കുറച്ചിലാണ്. ഇത് മാതൃഭാഷയിൽ അമ്മയുടെ ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു കുറച്ചിലാണ് എന്നൊരു ചിന്തയുണ്ട്. നമ്മൾ തന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരാൾ കല്യാണം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ലേ, വിവാഹ ക്ഷണക്കത്തുമായിട്ടാണ് വന്നത്. നമ്മുടെ നാട്ടിൻപുറത്തുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കല്യാണ കത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. എന്തിനാണ് ഇംഗ്ലീഷിൽ കത്തടിക്കുന്നത്? അതൊരു പൊങ്ങച്ചം തന്നെയല്ലേ. നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ആ കത്ത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. മലയാളത്തിലാണെങ്കിൽ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കപടമായ പൊങ്ങച്ച സംസ്കാരമാണ് നമ്മൾ മലയാളികൾ പിന്തുടരുന്നത് എന്നുള്ളത് ദുഃഖമുള്ള കാര്യമാണ് കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
ഇത് ഒരു സംസ്കാര ശൂന്യതയുടെ അടയാളമെന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. തുടർന്ന പാരഗ്രാഫ് നോക്ക്. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നതുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലമേതാ എന്ന് ഞാൻ ചോദിച്ചു. ചിക്കമംഗളൂരിനടുത്തുള്ള ഒരു ഗ്രാമം അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. അയാളുടെ വാക്ക് കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭാവിയിലെ പുതിയ തലമുറ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരമാണ് പറയാം. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിൽ ഇരുത്തിരിക്കുകയാണ്. അല്ലേ, നമ്മുടെ നഗരങ്ങളിലൊക്കെ വിദ്യാലയങ്ങളിൽ മാതൃഭാഷ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒക്കെ ഇംഗ്ലീഷ് മീഡിയങ്ങളായി മാറിയിരിക്കുന്നു. വീടുകളിലും അതുതന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ, അല്ലേ? ഭാഷ പഠിക്കാത്ത കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളും അവരും അന്യരായി പോവുകയാണ് ചെയ്യുന്നത്. എന്താണ്, അവർക്ക് നമ്മുടെ സംസ്കാരം അറിയില്ല. അതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞ ഭാഗത്ത് ഒരു ചോദ്യം കൂടിയുണ്ട്. ഏതാണത്? ടെക്സ്റ്റിലെ 3ാമത്തെ ചോദ്യമാണ്. വായിക്കാം. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേ ഇല്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. മറ്റൊരു കൊട്ടേഷനാണ്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ലേഖകൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ വേണം പറയാമെന്നുള്ളതാണ്. മാതൃഭാഷ നാം സ്വാഭാവികമായിട്ടാണ് പഠിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്നും കേട്ടും പറഞ്ഞും അറിയാതെ തന്നെ അത് നമ്മുടെ ഭാഗമായി മാറുന്നു. മറ്റ് ഭാഷകൾ പഠിക്കുന്നത് പോലെ ബോധപൂർവമായ ഒരു പരിശ്രമം മാതൃഭാഷാ പഠനത്തിന് സാധാരണഗതിയിൽ ആവശ്യമില്ല. നമ്മുടെ വിചാരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംസ്കാരത്തെ അടുത്തറിയുന്നതിനും സർഗാത്മകമായ ആവിഷ്കാരത്തിനും ജ്ഞാനസമ്പാദനത്തിനും ഏറ്റവും അനുയോജ്യമായത് മാതൃഭാഷയാണ്. മാതൃഭാഷയിലുള്ള നല്ല അടിത്തറ മറ്റ് ഭാഷകൾ പഠിക്കുന്നത് എളുപ്പമാക്കുന്നു. ഒരു ഭാഷയുടെ ഘടന, വ്യാകരണം, ആശയവിനിമയ രീതികൾ എന്നിവ മാതൃഭാഷയിലൂടെ മനസ്സിലാക്കുന്നത് പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ സഹായകമാകും. ചിന്തകൾ രൂപപ്പെടുന്നതും ആശയങ്ങൾ ഗ്രഹിക്കുന്നതും മാതൃഭാഷയിലായതുകൊണ്ട് ആ അടിത്തറ ശക്തമാണെങ്കിൽ മറ്റ് ഭാഷകളിലെ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും എളുപ്പമാകും. ഭാഷാശാസ്ത്രപരമായ പഠനങ്ങളും ഈ കണ്ടെത്തലിനെ ശരിവെക്കുന്നുണ്ട്. തുടർന്നുള്ള ഭാഗം നോക്കാം. ടെക്സ്റ്റിലെ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ശരിയാണ്? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാട് തന്നെ അപകർഷതാബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അപകർഷതാബോധം എന്ന് പറയുന്നത് എന്താണ്? താൻ മോശക്കാരനാണ് എന്നുള്ളൊരു ചിന്തയാണ്, അല്ലേ അപകർഷതാബോധം പറയുന്നത്. നമുക്ക് എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം, അല്ലേ? നമ്മൾ ആവശ്യമനുസരിച്ച്. ഇപ്പോൾ ഈ പ്രകാശ് രാജ് തന്നെ 3-4 ഭാഷകൾ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലേ, പല ഭാഷകളിൽ അഭിനയിക്കേണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അല്ലേ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നം ഉദിക്കുന്നത്. തുടർന്ന് പറയുകയാണ് എന്താണെന്ന് നോക്കുക. അതുപോലെ ഇംഗ്ലീഷിൽ നെഗളിച്ച്, അല്ലേ, നടക്കുന്നുണ്ടല്ലോ ചിലർ. നെഗളിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എനിക്ക് വലിയ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പണ്ഡിതാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇംഗ്ലീഷ് സാഹിത്യം അറിയില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങിയ ഇംഗ്ലീഷിലെ ഏതു ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. അവർക്ക് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലേ? കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കണം, അല്ലേ? ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ ഭാഷയിലുള്ള സാഹിത്യവും സംസ്കാരമൊക്കെ അറിയലാണ് ഒരു ഭാഷ പഠിക്കൽ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ നേരത്തെ പറഞ്ഞില്ലേ, അല്ലേ, നെഗളിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നെഗളിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ സാഹിബിനെ പോലെ നെഗളിച്ച് നടക്കുക എന്നാണ് ലേഖകൻ പറയുന്നത്. തുടർന്നുള്ള പാരഗ്രാഫിൽ നോക്കുക. ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം, അല്ലേ? ഭാഷ വെറും പദങ്ങളുടെ ബന്ധമല്ലല്ലോ.
ജീവിതം തന്നെ അറിയില്ല എന്നാണ് പറയുന്നത്, ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യം മനസ്സിലാവില്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യം മനസ്സിലാവില്ല അല്ലേ. നമുക്കറിയാം ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ട്രംപ് അല്ലേ. അദ്ദേഹമാണ് ഇപ്പോൾ ലോകത്തുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള യുദ്ധങ്ങൾക്കും കാരണമായി നിൽക്കുന്നത് ട്രംപ് തന്നെയാണ് അല്ലേ. എല്ലാത്തിനും പിന്നിൽ അദ്ദേഹം ആയുധ കച്ചവടമാണ്. അവരുടെ പണ്ടുകാലേ നമുക്കറിയാം ബ്രിട്ടീഷുകാരിലെ അവർ ഇംഗ്ലീഷ് ഭാഷ അവിടെ കൊണ്ടുവന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരുടെ പിന്നിലുള്ള ആ ഭാഷാ പഠനത്തിൻ്റെ പിന്നിലുള്ള ആ ചതി കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു. തെലുങ്ക് നാട്ടിലെ രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറ് പൊട്ടിച്ചാവും നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും, ശക്തമായിട്ടിങ്ങനെ ശകാരിക്കും. എന്നാൽ ഗോദാവരി കൃഷ്ണ നദീതീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ അത് ശകാരമായാലും അല്ലെങ്കിൽ മറ്റേത് സംസാരത്തിലൊക്കെ ആ പ്രകൃതിയും ഒക്കെ കടന്നു വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, 18ാമത്തെ പേജ് അഥവാ ലാസ്റ്റ് പേജിൽ നോക്കും നിങ്ങൾ. ഒരു നാടിൻ്റെ വിചാരധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളത് കൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു നാടിൻ്റെ ചിന്താധാര അതൊക്കെ അല്ലെങ്കിൽ ജീവിതത്തെ രേഖപ്പെടുത്തി അനേകം എഴുത്തുകാരെ അറിയണം നമ്മൾ. അപ്പോൾ ഭാരതത്തിലാണെങ്കിലും നമ്മൾ പുരാണ കൃതികളായിട്ടുള്ള മഹാഭാരതം, രാമായണം, അതുപോലെ തന്നെ വേദങ്ങൾ അല്ലേ, അതിനുശേഷമുള്ള പല കൃതികളുണ്ട്. നമ്മളെ പുതിയ നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴുള്ള പല കൃതികളും കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ അല്ലേ തകഴി, ബഷീർ, ദേവ് ഇവരുടെ നോവലുകൾ, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ, രാമൻപിള്ളയുടെ നോവൽ, അപ്പോൾ കവികൾ അല്ലേ, ആശാൻ, എഴുത്തച്ഛൻ, അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ, ഉള്ളൂർ, ഇങ്ങനെയുള്ള ഒരുപാട് കവികൾ അതിനുശേഷം നമ്മുടെ കാര്യത്തിലുണ്ട്, പുതിയ ആധുനിക എഴുത്തുകാർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതൊന്നുമില്ലാതെ ഒരു ഭാഷ മാത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഗൾഫിൽ കുറേ വർക്ക് ചെയ്തിരുന്നു ഒരു ഇന്ത്യൻ സ്കൂളിൽ. അപ്പോൾ അവരോട് നമ്മൾ പല കുട്ടികളെയും കാണുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. തെങ്ങിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കാകെ തെങ്ങുമായിട്ട് അറിയാൻ പറ്റുന്നത്, ഞാൻ ഉദാഹരണം പറയുകയാണ്, തെങ്ങിന് നൽകുന്ന തേങ്ങ അല്ലെ കോക്കനട്ട് മാത്രമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടികളുടെ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര പദങ്ങൾ വേണമെങ്കിലും അവർ പറയാൻ ചോദിക്കും അല്ലേ. ഞാൻ ക്ലാസ്സിൽ തന്നെ ചില പരീക്ഷിക്കാറുണ്ട്. തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട തെങ്ങ്, ഓല, ഈർക്കിൾ, അതുപോലെ തന്നെ വെളിച്ചിൽ, അതുപോലെ തന്നെ കൊതുമ്പിൽ, മടൽ, മട്ടൽ, പിന്നെ ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള അല്ലേ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന പലതരം വിഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികളാണെങ്കിൽ ഒരു 10-50 പേരുകൾ പറയും. എന്നാൽ വിദേശത്ത് മാത്രം പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരാകെ അറിയാൻ പറ്റുന്നതാണ് കോക്കനട്ട് മാത്രമായിരിക്കും. ഇതൊരു വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ പഠിക്കണം. അതാണ് നമ്മുടെ മാതൃഭാഷ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞിരിക്കുന്നത്, നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്നും യാതൊരു അർത്ഥമില്ല എന്നും പേടിപ്പിക്കുകയാണ് പലരും ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. ബ്രിട്ടീഷുകാർ നന്നായിട്ട് ഉപയോഗിച്ചാണ് ഇന്ത്യ അല്ലേ. അവരെന്താ ചെയ്തത്? അവർക്കൂടെ ആധിപത്യം ഉറപ്പിക്കാൻ അവരെന്താ ചെയ്തോടോ? ഇതേ തന്ത്രം പിന്തുടരുകയായി. ഭാഷയോടും സംസ്കാരത്തോടും സ്നേഹമുള്ളവർ ആ നാടിൻ്റെ പൈതൃകത്തിലും സ്വാതന്ത്ര്യത്തിലും അഭിമാനിക്കുമെന്നും അതിനുവേണ്ടി നിലകൊള്ളുമെന്നും തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ക്രമേണ മാതൃഭാഷയ്ക്കുമേൽ ഇംഗ്ലീഷിൻ്റെ ആധിപത്യം ഉറപ്പിക്കുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കി മാതൃഭാഷയെ അകറ്റുകയും ചെയ്തു. ഭാഷ ഉപയോഗിച്ച് വ്യക്തിയെയും സമൂഹത്തെയും എളുപ്പത്തിൽ അടിച്ചമർത്തി സാംസ്കാരികമായ അടിമത്തം സൃഷ്ടിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ് ടെക്സ്റ്റിൽ അല്ലേ. ഇളയച്ചൻ, ഇളയമ്മ, വലിയച്ഛൻ, അമ്മാമൻ, ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയുമായി തീർന്നിരിക്കുന്നു. ബന്ധങ്ങളുടെ സംജ്ഞകൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ ഇംഗ്ലണ്ടിൽ ജനിച്ച് അപ്പോൾ ഇവിടെ അതിനെപ്പറ്റി കാരണമാണ് അല്ലേ. നമ്മളെ വീട്ടിൽ നമ്മളെ അച്ഛൻ്റെ അനിയനെ ഇളയച്ഛൻ അല്ലേ, അല്ലെങ്കിൽ ഇളയമ്മ, വലിയച്ഛൻ, അമ്മാമൻ, ഇങ്ങനെ നമ്മൾ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്.
അത് നമ്മുടെ എന്താണ് ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തിലുള്ളതാണ്. ഇത്തരം എന്താണ് കൂട്ടുകുടുംബ വ്യവസ്ഥയൊന്നും വിദേശത്തില്ല, അല്ലെ, ഇംഗ്ലണ്ടിലൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ഒരു പദം അങ്കിളും ആൻറ്റിയും വരുമ്പോൾ നമുക്കെല്ലാ ആൾക്കാരും മറ്റെല്ലാവരും അങ്കിളും ആൻറ്റിയായി മാറുന്നു. അപ്പോൾ ഇത് എന്താണ് ഒരു 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 ജീവനില്ലാത്ത ഒരു പ്രയോഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നെ പണ്ട് ചമ്മനം ചാക്കോൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? മമ്മി എന്ന കവിത. മമ്മി എന്താണെന്ന് നമുക്കറിയാം, ഈജിപ്തിലുള്ള പഴയ ശവത്തെയാണ് അല്ലേ മമ്മി എന്ന് പറയുന്നത്. കാലപ്പഴക്കം ചെന്ന ശവത്തെയാണ് മമ്മി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മമ്മി ഡാഡി മമ്മി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ശവമേ നമ്മൾ അമ്മേനെ വിളിക്കുന്നതാണ്. അദ്ദേഹം ആ കവിതയിൽ വളരെ എന്താണ് ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ സംസ്കാരമായി ബന്ധമില്ലാത്ത ഈ പദങ്ങൾ അല്ലെങ്കിൽ സംജ്ഞകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ അകലുകയാണെന്നാണ് പറയുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ പഠന പ്രവർത്തനത്തിൽ 4ാമത്തെ ഒരു ചോദ്യം കാണാം. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണെന്ന് നോക്കാം. അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത്? ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവരുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു. ആരാ പറഞ്ഞത്? ഗൂഗിവ തിയോങ്കോ മനസ്സുകളുടെ അപകോളീകരണം എന്ന പുസ്തകത്തിൽ ഗൂഗിവ തിയോങ്കോ പറഞ്ഞതാണിത്. ഇനി നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞു ആ ചോദ്യത്തിലുണ്ട്. നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. നമ്മളിപ്പം ചർച്ച ചെയ്ത കാര്യം, നമ്മൾ പറയാത്തൊരു കാര്യം, ഈ ഗൂഗിവ തിയോങ്കോ രണ്ടുപേരുടെയും നിരീക്ഷണങ്ങളെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. കൂട്ടുകാരെ, നമുക്ക് ആദ്യമായിട്ട് ഗൂഗിവ തിയോങ്കോ ആരാണെന്ന് മനസ്സിലാക്കണമല്ലോ. ഈ അടുത്ത കാലത്ത് 2025 മെയ് 28 അദ്ദേഹം നമ്മുടെ വീട് പറഞ്ഞത്. 87ാമത്തെ വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കെനിയ ലിമ്രു എന്ന ഗ്രാമത്തിലാണ്. കെനിയയിലെ ലിമ്രു എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന കെനിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും. പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ അവിടെ ഉള്ള വിദ്യാലയത്തിൽ നടന്നു. അങ്ങനെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ആഫ്രിക്കയിലെ സംസ്കാരത്തിന് വേണ്ടി ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തൊക്കെ നല്ല അഗാധ പരിജ്ഞാനമുള്ള അദ്ദേഹമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പിന്നെ അത് മനസ്സിലാക്കുകയും ബ്രിട്ടീഷുകാർ തങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? എഴുത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം താനിനി ഇംഗ്ലീഷിൽ എഴുതില്ല എന്നും സ്വന്തം ഭാഷയായ ഗിക്കുയുവിൽ മാത്രമേ എഴുതൂ എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്വന്തം ഭാഷയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത്. 6 പതിറ്റാണ്ട് കാലം ആഫ്രിക്കയുടെ സ്വാഭാവികമായ സ്വത്വബോധത്തെ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അസാധാരണമായ ഒരു സാംസ്കാരിക പോരാട്ടം ഏറ്റെടുത്ത ബുദ്ധിജീവികളുടെയായിരുന്നു അദ്ദേഹം. ഭാഷ കൊണ്ട് യുദ്ധം ചെയ്ത പടയാളി എന്ന് വേണമെങ്കിൽ പറയാം. എഴുത്ത് വിപ്ലവ പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെടുത്തിയ ആഫ്രിക്കക്കാരൻ അങ്ങനെ നമ്മെ വിട്ടുപിരിയുകയായിരുന്നു ചെയ്തത്. ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഞാൻ ഇത്രയും പറഞ്ഞത് 2 കാര്യം. ഒന്ന്, നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് ചില വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരം ഭാഷയ്ക്ക് വേണ്ടി പൊരുതിയ ഒരു എഴുത്തുകാരൻ, ആഫ്രിക്കക്കാരനായിട്ടുള്ള കറുത്തവർഗ്ഗക്കാരൻ നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെടുത്ത് വായിക്കണം. അപ്പോൾ ഇനി ഈ കൂട്ടുകാർക്ക് ആ ഉത്തരം എഴുതാൻ പറ്റും. ആ ചോദ്യത്തിൻ്റെ എന്തായിരിക്കും? കെനിയയിലെ അധിനിവേശ ഭരണകൂടം, ബ്രിട്ടീഷ് ഭരണകൂടം അവിടെ അവരുടെ കെനിയൻ ഭാഷയെയും സാഹിത്യത്തെയും അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെ സാഹിത്യത്തെയും ഉയർത്തിക്കാട്ടുകയും ചെയ്തു എന്നാണ്. ഇത് കെനിയൻ കുട്ടികളുടെ മനസ്സിലെ ഒരു അപകർഷത ബോധം വളർത്തുകയും സ്വന്തം സംസ്കാരത്തിൽ നിന്നും ഭാഷയിൽ നിന്നും അവരെ അകറ്റുകയും ചെയ്തു. അപ്പോൾ ഇവിടെ 2 പേരും പറഞ്ഞത് തന്നെയാണ്. ഗുഗിയും അതുപോലെ തന്നെ പ്രകാശ് രാജും പറഞ്ഞത് തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ്, അല്ലേ? ഭാഷ നഷ്ടപ്പെടുന്നത് കേവലം ആശയവിനിമയത്തിലുള്ള ഒരു ഉപാധി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ സ്വത്വവും സംസ്കാരവും ചിന്താരീതിയും കൂടിയാണ് എന്ന് ഇരുവരും പറയുന്നു. അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. കുട്ടികളെ നോക്കാം. എന്താണ് പറയുന്നത്? ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ട്. പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം പകരുക എന്നല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ കർണാടകയിലെ കാലാവസ്ഥ കുറിച്ച് പറഞ്ഞാൽ നമുക്കും ഇത് വളരെ അനുയോജ്യമാണ്. എന്താ പറയുന്നത്? അവിടെയുള്ള കുട്ടികൾ, ഇംഗ്ലണ്ടിലെ കുട്ടികളെന്ന് അവർ വെയിൽ കാണാത്ത കുട്ടികളാണ്. ഇപ്പോൾ അധികം മഴയായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികൾ മഴയോട് പോകൂ എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ
അദ്ദേഹം എന്താണ് കർണാടകയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾ കേരളത്തിന് ഇത് ബാധകമാണ് അല്ലേ. വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? വരാനല്ലേ പറയണ്ടല്ലേ. മഴയോട് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം പകരുമെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഇത് എന്താണ് അദ്ദേഹം പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം അറിയാതെ, നമ്മുടെ കാലാവസ്ഥ അറിയാതെ നമ്മൾ ഒരു ഭാഷയെ എന്താണ് അതുപോലെ തന്നെ പിന്തുടരുമ്പോൾ പറ്റുന്ന ഒരു അപകടമാണിത്. കൂട്ടുകാരെ, നമ്മുടെ ടെക്സ്റ്റ് പഠന പ്രവർത്തനത്തിലെ 2ാമത്തെ ചോദ്യം ഇവിടെയാണ് വരുന്നത് അല്ലേ. മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? അവർ പാടുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം പകരുമെന്നല്ലേ. ലേഖൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവ്വം സമർത്ഥിക്കുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ. എന്താണത്? നമ്മുടെ മാതൃഭാഷയും നമ്മുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. റെയിൻ റെയിൻ ഗോ എവേ എന്നത് മഴ അധികമായി ലഭിക്കുന്ന സൂര്യപ്രകാശത്തിനായി കാത്തിരിക്കുന്ന ഇംഗ്ലണ്ടിലെ കുട്ടികൾക്ക് പാടാൻ അർത്ഥമുള്ള പാട്ടാണ്. എന്നാൽ മഴ കുറയുകയും വരൾച്ച അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ പാട്ട് പാടുന്നത് യാതൊരു യുക്തിയുമില്ലാത്ത അന്ധമായ അനുകരണം മാത്രമാണ്. നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചുള്ള പ്രാർത്ഥനകളും പാട്ടുകളുമാണ് നമുക്ക് വേണ്ടത്. മഴയ്ക്കായി പ്രാർത്ഥിക്കുന്ന എങ്ങോട്ട് പോകുന്നു മേഘമേ അതുപോലെയുള്ള വരികളാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നു. നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ അപകടവും മാതൃഭാഷയിലൂടെയും സ്വന്തം അനുഭവങ്ങളിലൂടെയും രൂപപ്പെടേണ്ട ചിന്തകളുടെ പ്രാധാന്യവുമാണ് ഈ ചോദ്യങ്ങൾ നമ്മിൽ ഉണർത്തുന്നത്. നമ്മൾ അവസാന പാരഗ്രാഫ് നോക്കുക. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം. അത് പറഞ്ഞത് ശരിയാണ്. നമ്മളൊക്കെ എന്താണ്, നമ്മളെ ജനനത്തോടെയാണ് നമ്മളെന്താണ് ജാതിയും മതമൊക്കെ ആയി മാറുന്നത്. നമ്മുടെ അച്ഛൻ അമ്മ അവരൊക്കെ അങ്ങനെയാണുള്ളത്. അതുപോലെ നമ്മൾ ജാതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ മതത്തിലായി മാറുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അത്ര മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്ന് പറയുന്നത്. എന്നതുകൊണ്ട് അതിനെ മാറ്റാം. അതുകൊണ്ട് നമ്മുടെ മേൽ ചുമത്തപ്പെട്ട കാര്യം നമ്മളറിയാതെ ചുമത്തപ്പെട്ടതുകൊണ്ട് നമുക്കത് മാറ്റാം. ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റ അമ്മയെ മാറ്റുന്നത് പോലെയാവും. മാതൃഭാഷ എന്ന് പറയുന്നതാണ് നമ്മളത് ജനനം മുതലേ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വരെ ഇരുന്ന് വരെ നമ്മൾ മാതൃഭാഷ കേൾക്കുന്നവരാണ്. അമ്മയുടെ സംസാരം, അമ്മയുടെ ചിന്തകൾ, അമ്മയുടെ വൈകാരിക അനുഭവം ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രക്തത്തിൽ അലിഞ്ഞു തരുന്ന സാധനം മാതൃഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും അത് മാറ്റിയാൽ പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. എന്താണ് പെറ്റമ്മയുമായിട്ട് മാതൃഭാഷയെ ഓമിച്ചിരിക്കുന്നത്? കുട്ടിക്ക് അമ്മയുമായുള്ള ബന്ധം പോലെ സ്വാഭാവികവും ആഴത്തിലുള്ളതുമായ ഒന്നാണ് മാതൃഭാഷയുമായുള്ള ബന്ധം. അമ്മയെ തിരഞ്ഞെടുക്കാൻ കുട്ടിക്ക് കഴിയാത്തതുപോലെ മാതൃഭാഷയും നമുക്ക് ജനനത്തിലൂടെ ലഭിക്കുന്നതാണ്. കൂട്ടുകാരെ, ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗത്തുള്ളത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ 1-2 പ്രവർത്തനം കൂടി നോക്കിയിട്ട് ഈ പാഠം നമുക്ക് അവസാനിപ്പിക്കാം. കൂട്ടുകാർ, 5ാമത്തെ ചോദ്യമാണ്. കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു. അപ്പോൾ 2ാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ്? ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1ാമത്തെ വാക്യത്തിൽ പോയി എന്ന ക്രിയ ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, അതായത് നടന്നു കഴിഞ്ഞ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ഇരുന്നു എന്ന കേവല ക്രിയ ഇതിനോട് ചേരുമ്പോൾ വളരെ നാൾക്ക് മുമ്പേ അവിടെ അതിഥിയായി പോയിരുന്നു എന്ന് ഒരു ദൂരവ്യാപക അർത്ഥം കൂടി ലഭിക്കുന്നു. അതായത് പോയി എന്ന ക്രിയയെ ഒന്നുകൂടി പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി എന്ന മുഖ്യക്രിയയോട് ഇരുന്നു എന്ന അപ്രധാന ക്രിയ ചേർക്കുമ്പോൾ കമ്പനിയിലേക്ക് പോയത് വളരെ മുമ്പാണെന്ന അർത്ഥമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രധാന ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന അപ്രധാന ക്രിയയെ നമ്മൾ സാധാരണ അനുപ്രയോഗം എന്ന് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. കൂട്ടുകാരെ, ഇനി 2 പഠന പ്രവർത്തനം ബാക്കിയുള്ള അല്ലേ. ബാക്കിയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് ഒരു പ്രഭാഷണമാണ്, മറ്റൊന്നെന്താണ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കലാണ്. ഡോക്യുമെൻ്ററി തയ്യാറാക്കൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. പ്രഭാഷണം ഞാൻ അതിൽ നൽകാം. അത് കൂടുതൽ മെച്ചപ്പെടുത്തി എഴുതി പഠിക്കണമെന്ന് പറയുകയാണ്. പ്രഭാഷണത്തിൻ്റെ ചോദ്യം ഇതാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പ്രകാശ് രാജ് മുകളിൽ നൽകിയ
സൂചനയും പാഠഭാഗവും മാതൃഭാഷയിലുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ പ്രഭാഷണം ടൈപ്പ് ചെയ്ത് ഇടുന്നതാണ്. കൂട്ടുകാർ അത് ശ്രദ്ധിക്കുക. വേണ്ട കൂട്ടിച്ചേർക്കൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെ, അവസാനിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ പാഠം നമുക്ക് പ്രകാശ് രാജ് എഴുതിയ ഈ ലേഖനം നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന കന്നഡ കൃതിയിൽ നിന്ന് വിവർത്തനം ചെയ്തത് സുധാകരൻ രാമന്തളിയാണ്. വളരെ മനോഹരമായ വിവർത്തനമാണ്. എങ്ങനെ മറ്റ് ഭാഷയിൽ നിന്ന് ഒരു വിവർത്തനം നടത്തുന്ന ഉദാഹരണം കൂടിയാണ് ഈ പാഠഭാഗം എന്ന് കുട്ടികൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ